Hi, hello, welcome to Bilingual Tutorial. This is Maya Anandan. Today our topic of discussion is chapter 18 from Fine Tune, Concord. What is Concord? In English, Concord is the agreement between subject and verb, subject and a complement, subject and a pronoun, subject and object. സബ്ജക്റ്റും വേർബും മാത്രമല്ല, സബ്ജക്റ്റും ഒബ്ജക്റ്റും സബ്ജക്റ്റും പ്രോനൗണും സബ്ജക്റ്റും കോംപ്ലിമെൻറ്റും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റും കൂടെയാണ് കോൺകോർഡ്. ആൻഡ് ഇൻ അവർ ടെക്സ്റ്റ് ബുക്ക് സം കോമൺ മിസ്റ്റേക്സ് ഇൻ കോൺകോർഡ് ഇസ് ഗിവൺ. മിസ്റ്റേക്സ് അറിയണമെങ്കിൽ ആദ്യം കോൺകോർഡ് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മൾ കണ്ടു കഴിഞ്ഞു, സബ്ജക്റ്റും വേർബും തമ്മിലുള്ള ഒരു കരാറാണ് കോൺകോർഡ്. സോ ആ കരാറുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, നോക്കുക. ഈ സബ്ജക്റ്റ് ഇസ് സിംഗുലർ, വെർബ് മസ്റ്റ് ബി ഇൻ സിംഗുലർ. ആദ്യത്തെ റൂള് നമ്മുടെ നോർമൽ എഗ്രിമെൻ്റ് ആണ്, സാധാരണയുള്ള എഗ്രിമെൻറ്റ്. അസാധാരണയായിട്ടൊന്നും അവിടെയില്ല. സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആയിരിക്കണം. സീ ദ എക്സാമ്പിൾസ്. റാം റൈറ്റ്സ് ലെറ്റർ, റോസ് സിങ്സ് എ സോങ്, ഹീ ഹാസ് എ മൊബൈൽ, ഇറ്റ് ഇസ് റെയിനിങ്. ഇവിടെ ഒക്കെ സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ വേർബുമാണ്. നമ്മൾ സബ്ജക്റ്റും വേർബും ഒക്കെ പഠിച്ചിട്ടുണ്ട്, സിംഗുലർ ആൻഡ് പ്ലൂറൽ എങ്ങനെ വരുന്നു എന്നത്. സബ്ജക്റ്റിൽ റോസിൻ്റെ പ്ലൂറലാക്കുമ്പോൾ റോസസ്, ഇത് നൗണാണ്. അപ്പോൾ പ്ലൂറലാക്കുമ്പോൾ ES ചേർക്കുമ്പോൾ പ്ലൂറലാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ വേർബിൻ്റെ കേസിൽ എസ് ഓർ ES ചേർക്കുമ്പോൾ അത് സിംഗുലറാണ് ആവുന്നത്. വേർബിൻ്റെ കേസിൽ എസ് ഓർ ES ചേർക്കുമ്പോൾ സിംഗുലറാണ് ആവുന്നത്. ഇത് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. നെക്സ്റ്റ് റൂളിലേക്ക് പോവുകയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് റൂൾ സേസ് ഇഫ് സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ ദ വേർബ് ഷുഡ് ഓൾസോ ബി ഇൻ പ്ലൂറൽ. ഇതിലും അസാധാരണമായിട്ടൊന്നുമില്ല, നോർമൽ കേസ് തന്നെയാണ്. അതുകൊണ്ട് എഗ്രിമെൻറ്റും നോർമലാണ്. സബ്ജക്റ്റ് പ്ലൂറലാണോ, വേർബും പ്ലൂറലായിരിക്കണം. സീ ദ എക്സാമ്പിൾ. We study English, they are playing football. So we is plural and study is also plural. They is plural and are is also plural. Then third rule, use plural form with pronoun I except past tense. Past tenseൽ മാത്രം നമുക്ക് സിംഗുലർ യൂസ് ചെയ്യാം ഐയുടെ കൂടെ. അല്ലാത്ത കേസിലൊക്കെ ഐ എന്നുള്ള പ്രൊനൗണിൻ്റെ കൂടെ പ്ലൂറൽ വേർബിനെ ചേർക്കണം. പാസ്റ്റ് ടെൻസിൽ വി ക്യാൻ യൂസ് വാസ്. പക്ഷേ അവിടെയും എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. സീ ദ എക്സാമ്പിൾസ്. ഐ റൈറ്റ് എ ലെറ്റർ, ഇവിടെ പ്രസൻറ്റ് ടെൻസ് ആണ്, ഐ റൈറ്റ്. ദെൻ സെക്കൻഡ് വൺ, ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്, ഇവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസിൽ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ്, അവിടെയും നമ്മൾ പ്ലൂറൽ ചേർത്തു. ബട്ട് പാസ്റ്റ് ടെൻസിലേക്ക് വന്നപ്പോൾ ഐ വാസ് എ സ്റ്റുഡൻറ്റ് ഓഫ് എ സെയിം കോളേജ്. ഹിയർ വാസ് എന്നുള്ളത് സിംഗുലർ ആണ് ചേർത്തിരിക്കുന്നത്. സോ പാസ്റ്റ് വരുമ്പോൾ മാത്രം സിംഗുലർ ചേർക്കുക. ഓക്കെ, ദെൻ ഫോർത്ത് റൂൾ ഇറ്റ് ഇസ് ഇൻ ഇമാജിനറി കേസസ് വി ക്യാൻ യൂസ് വേർ വിത്ത് ഐ. നമ്മൾ ഇഫ് ക്ലോസ് പഠിച്ചപ്പോൾ കണ്ടതാണ്, വേർ ചേർത്തിരുന്നു നമ്മളവിടെ ഐയുടെ കൂടെ. സീ ദിസ് എക്സാമ്പിൾ. ഇഫ് ഐ വേർ എ ബേർഡ് ഐ കുഡ് ഫ്ലൈ. ഇവിടെ ഐൻ്റെ കൂടെ നമ്മൾ വേർ ചേർത്തിരിക്കുന്നു ബിക്കോസ് ഇറ്റ് ഇസ് ഇഫ് ക്ലോസ്. Okay, up to this example it was normal case, and from this onwards we are discussing the rare cases. Okay, consider the following words in a sentence and the situation changes in accordance with these words. First set of words, many a, many and, more than one, each, every, each and every. Along with these words, we can use only singular subject and singular verb. See the example. Many a student is present today. Here, many a, after that we have used singular subject student, then after that singular verb. Then more than one mango has ripened. Here also after more than one we have used mango singular form and has singular verb form. Okay. Let's see an example given from our textbook. Every member of that crowd of 2,000 people were dissatisfied with the performance on the stage.
ഈ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ ഒക്കെ കൂടെ സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ വേർബും ചേർക്കണം എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ സീ ദിസ് എക്സാമ്പിൾ. എവ്രി മെമ്പർ ഓഫ് ദാറ്റ് ക്രൗഡ് ഓഫ് 2000 പീപ്പിൾ വേർ ഡിസാറ്റിസ്ഫൈഡ്. ഇവിടെ നമ്മൾ പറഞ്ഞത് എവ്രി എന്നുള്ളൊരു വേർഡ് അവിടെയുണ്ട്, അതുകൊണ്ട് തന്നെ സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കണം. ആൻഡ് 2000 പീപ്പിൾ ഇറ്റ്സ് ഓക്കെ. പക്ഷേ വേർ എന്നുള്ളത് സിംഗുലർ അല്ല, ഇറ്റ് ഇസ് പ്ലൂരൽ. സോ വി ഹാവ് ടു ചേഞ്ച് ദാറ്റ് ടു വാസ്. എവ്രി മെമ്പർ ഓഫ് ദാറ്റ് crowd of 2000 people was dissatisfied with the performance on the stage is the correct answer. So were എന്നുള്ളത് മാറ്റി was എന്നാക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു റൂൾ പറഞ്ഞെങ്കിൽ പോലും ഇഫ് എ മോഡൽ ഓക്സിലറി ലൈക്ക് ക്യാൻ, മേ ഫോളോ ദ വേർഡ് ഈച്ച്, പ്ലൂറൽ വേർബ് ക്യാൻ ബി യൂസ്ഡ്. ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞെങ്കിൽ പോലും ക്യാനോ മേയോ പോലുള്ള ഏതെങ്കിലും മോഡൽ ഓക്സിലറി ഈച്ച് എന്നുള്ള വേർഡ് കഴിഞ്ഞ് വരുവാണെങ്കിൽ വി ഹാവ് ടു യൂസ് പ്ലൂറൽ വേർബ്. ഫോർ എക്സാമ്പിൾ, ഈച്ച് ക്യാൻ ടേക്ക് എ സീറ്റ്. ഈച്ച് കഴിഞ്ഞ് ഇവിടെ നമ്മൾ ചേർത്തിരിക്കുന്നത് പ്ലൂറൽ വേർബാണ്, ടേക്ക്. ഓക്കെ, then textual questions 6th and 9th come under this rule. And 6th one, more than one attempt were made to rush on to the stage. Here there is the presence of the word more than, so we have to use singular verb, that is was. Instead of were we can write was. Then the next one, 9th one, no, every man, woman and child who came here are to blame, said someone. In this sentence there is a presence of word every, so we have to use singular verb form. Instead of are we can use is. Then see another set of words, one of, each of, every one of, either of, neither of, the number of. See, in these set of words it explains along with these words plural subject plus singular verb comes. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ വേർഡ്സിൻ്റെ ഒക്കെ കൂടെ പ്ലൂറൽ സബ്ജക്റ്റും സിംഗുലർ വേർബും ആണ് വരുന്നത്. സീ ദ എക്സാമ്പിൾ, ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇസ് ലെസ്, ഈച്ച് ഓഫ് ദ ഗേൾസ് ഈസ് ബ്രില്യൻറ്റ്. ഹിയർ നമ്പർ ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലൂറൽ സബ്ജക്റ്റിനെ ചേർത്തു, പക്ഷേ സിംഗുലർ വേർബിനെ ചേർത്തു. Okay, please note one more such set of words, a number of, a good number of, a great number of, a large number of, a small number of, a good many, a great many, one or more, one or two, more than two, the majority of, a minority of, both, few, several, many. See, these words should be by hearted, and one thing, you can group these words. സി ആദ്യത്തെ കുറച്ച് വേർഡ്സ് ഗ്രൂപ്പ് ചെയ്യുക, ദെൻ അത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് വേർഡ്സ് അങ്ങനെ ഇത് നന്നായിട്ട് പഠിക്കുക. ഇഫ് ദീസ് വേർഡ്സ് ആർ ദെയർ ഇൻ ദ സെൻറ്റൻസ്, ഈ വേർഡ്സ് ഉണ്ടെങ്കിൽ വി ഹാവ് ടു യൂസ് പ്ലൂറൽ സബ്ജക്റ്റ് ആൻഡ് പ്ലൂറൽ വേർബ്. പ്ലൂറൽ സബ്ജക്റ്റും പ്ലൂറൽ വേർബും ചേർക്കണം. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ടുഡേ. എക്സാമ്പിൾ, എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ പ്രസൻറ്റ് ടുഡേ. ദ മെജോറിറ്റി ഓഫ് ദ വർക്കേഴ്സ് സപ്പോർട്ട് ദ ലീഡർ. ഹിയർ in these two examples the subject is plural as well as verb is also plural. Number of students, it is plural, and are is plural verb. Likewise in second example, workers is plural and support is also plural. Okay, then 8th rule says, when we use collective nouns like government, cabinet, team, parliament, assembly, group, committee, audience, public, etc. as a subject, it can act as singular as well as plural subjects. And how we will determine which one it is? It's in accordance with the pronoun which comes after this. So if it is singular pronoun used, we can use singular verb. If it is plural pronoun used, we can use plural verb. ഓക്കെ, ഒരു കൂട്ടത്തെ കാണിക്കുന്ന വേർഡ് സബ്ജക്റ്റായിട്ട് വരികയാണെങ്കിൽ അതിന് ശേഷം വരുന്ന പ്രോനൗൺ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വേർബിനെ ചൂസ് ചെയ്യുക. പ്രോനൗൺ സിംഗുലർ ആണോ, വേർബ് സിംഗുലർ ആയിരിക്കണം. പ്രോനൗൺ പ്ലൂറൽ ആണോ, വേർബും പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് ദ ടെക്സ്റ്റുവൽ എക്സാമ്പിൾ ഇറ്റ് സെൽഫ്. ദ ഓഡിയൻസ് വാസ് റിസപ്റ്റീവ് ആൻഡ് ഇറ്റ് ഗ്രീറ്റഡ് ദ സിംഗർ വിത്ത് ബോസ് ആൻഡ് cat calls. Here the pronoun used is it. It is singular. And we have used the singular verb was along with that. Then the same one is written in plural form. The audience were receptive and they greeted the singer with bows and cat calls. Here the pronoun used is they. It is plural and we have used the plural verb form were.
Okay. Then in next rule we can see when we join two subjects using the following conjunctions given here, as well as, with, together with, along with, in the company of, accompanied by, in addition to, besides, and not, like, unlike, but, except, including, excluding. See, if these conjunctions are there to connect two subjects, the verb should be based on the first subject. Okay, based on the first subject, we can write the verb. See the example. The teacher as well as the students is coming. See, just before is, we can see students, the plural, but the conjunction used is as well as. So, we have taken the first subject, it is the teacher. That's why we have used singular verb. ഈ ബോക്സിൽ തന്നിരിക്കുന്ന കൺജങ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ രണ്ട് സബ്ജക്ട്സിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിനുശേഷം വരുന്ന വേർബിനെ നമ്മൾ ആദ്യം യൂസ് ചെയ്ത അല്ലെങ്കിൽ ആദ്യം എഴുതിയ സബ്ജക്റ്റിൻ്റെ ബേസിലായിരിക്കണം വേർബ് ചൂസ് ചെയ്യേണ്ടത്. See one more example. The friends along with family are invited for the function. See, ആദ്യത്തേത് ഫ്രണ്ട്സ് എന്നുള്ളതാണ്, പക്ഷേ ആർ എന്നുള്ള വേർബിന് തൊട്ട് മുമ്പുള്ളത് ഫാമിലിയാണ്. ബട്ട് വി നോ ആദ്യത്തെ സബ്ജക്റ്റ് ദ ഫ്രണ്ട്സ് ആണ്. സോ ഇറ്റ് ഈസ് പ്ലൂറൽ ആൻഡ് വി ഹാവ് യൂസ്ഡ് പ്ലൂറൽ വേർബ്. Okay, then textual exercise we can discuss. The auditorium as well as its premises were crowded with people. That sentence given in our text, and we know the correction needed is for were. Were മാറ്റിയിട്ട് നമുക്ക് was എഴുതേണ്ടിയിരിക്കുന്നു because the auditorium is a single thing. So we have to consider that one, not the premises. So we have to write it as the auditorium as well as its premises was crowded with people. Here is another set of conjunctions. When we join two subjects using these conjunctions, verb should be based on the second subject, just opposite of the last one. And that conjunctions are or, either or, neither no, not only but also. So ഈ തന്നിരിക്കുന്ന കൺജങ്ഷൻസ് ഉപയോഗിച്ച് നമ്മൾ സബ്ജക്ട്സിനെ ജോയിൻ ചെയ്യുവാണെങ്കിൽ വി ഹാവ് ടു ടേക്ക് സെക്കൻഡ് സബ്ജക്റ്റ്, രണ്ടാമത്തെ സബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ വേർബിനെ ചൂസ് ചെയ്യാൻ. See the examples. Either Tony or his friends have arrived. Here, first subject is Tony and second subject is his friends. Friends is plural, so we have taken have. One more example. Not only the child, but also the parents are responsible. Here, first subject is child, but we are not considering that one. Second subject is parents, the plural one, so we have chosen plural verb are. And the textual example, fourth one, neither the stage attendants nor the manager were able to control the crowd. And we can understand what is the mistake in this sentence. It is just after the second subject, manager, the singular one, we have used were. So we have to rewrite it as was. So the correct answer is neither the stage attendants nor the manager was able to control the crowd. One more example from the text comes under this rule, and the example is, it seemed that either the poor arrangements or the lack of space were responsible for this situation. Here we can easily trace out the mistake. After the second subject, the lack of space, it is used plural verb, that is were. So we have to rewrite it as was responsible. So the correct answer is, it seemed that either the poor arrangements or the lack of space was responsible for this situation. Next it is use of conjunction and. If two singular subjects are joined using and, use plural verb. This is a normal rule for using conjunction and. And ചേർത്ത് നമ്മൾ സാധാരണ പറയുമ്പോൾ അതിലുള്ള സാധാരണ റൂളാണിത്. അതായത് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ നോർമൽ എഗ്രിമെൻ്റ് ആണ് ഇത്. ഓക്കെ, ആൻഡ് യൂസ് ചെയ്ത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്ട്സിനെ കൂട്ടി എഴുതുമ്പോൾ വി ക്യാൻ യൂസ് പ്ലൂറൽ verb. See the examples. Here we have two sentences. Tom is a cat and Jerry is a rat. ഇതിൽ രണ്ട് സബ്ജക്ട്സ് ആണുള്ളത്. ഈ രണ്ട് സബ്ജക്ട്സിനെ നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോവാണ്. Here Tom and Jerry. ഇവിടെ രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ടോമും ജെറിയും. ആൻഡ് വി കണക്ട് ദം യൂസിങ് കൺജങ്ഷൻ ആൻഡ് എന്നുള്ള കൺജങ്ഷൻ യൂസ് ചെയ്ത് അതിനെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നു. സോ വി ക്യാൻ യൂസ് പ്ലൂറൽ verb. ഇവിടെ വേർബിൻ്റെ പ്ലൂറൽ ഫോമാണ് ചേർത്തിരിക്കുന്നത് ആർ. ഓക്കെ,
Okay, see another situation in which we can use conjunction and. When two singular subjects are joined using and treated as one, use singular verb. ചില സാഹചര്യങ്ങളിൽ രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ കൺജോയിൻ ചെയ്യുന്നു ആൻഡ് യൂസ് ചെയ്തിട്ട്, പക്ഷെ അതിനെ ഒന്നായിട്ട് കാണുന്നു. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ വി ക്യാൻ യൂസ് സിംഗുലർ വെർബ്. ഫോർ എക്സാമ്പിൾ ബ്രെഡ് ആൻഡ് ബട്ടർ, ടൈം ആൻഡ് ടൈഡ്, ഇതിൻ്റെയൊക്കെ കൂടെ നമുക്ക് സിംഗുലർ വെർബ് തന്നെ യൂസ് ചെയ്യാം. ടൈം ആൻഡ് ടൈഡിനെ നമ്മൾ ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ദെൻ ബ്രെഡ് ആൻഡ് ബട്ടറിനെയും ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ നമ്മൾ ആൻഡ് ചേർത്ത് കണക്ട് ചെയ്തതാണെങ്കിൽ പോലും അതിനെ നമ്മൾ രണ്ടായിട്ടല്ല ഒന്നായിട്ട് കാണുന്നു. സോ വി ക്യാൻ യൂസ് സിംഗുലർ വെർബ്. See the examples. See this example. Bread and butter taste good. Taste എന്നുള്ളത് സിംഗുലർ ആണ്. Then time and tide waits for none. ഇവിടെ waits എന്നുള്ളതും സിംഗുലർ ആണ്. Okay, see the example from our textbook. The 7th example from our textbook. The crowd grew so muddle-headed that good and bad music alike was greeted with shouts. Here നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിളിനെ ഒന്ന് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് ആൻഡ് ബാഡ് എന്ന് തന്നിരിക്കുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് മ്യൂസിക് എന്നുള്ള അൺകൗണ്ടബിൾ നൗണും തന്നിരിക്കുന്നു. സോ ദർ ഇസ് എ ചാൻസ് ഫോർ us ടു തിങ്ക് ദിസ് എക്സാമ്പിൾ അണ്ടർ ദിസ് റൂൾ. ഈ റൂൾ വെച്ചിട്ട് നമ്മളിതിനെ കാണാനൊരു ചാൻസ് ഉണ്ട്. ബട്ട് അങ്ങനെ കാണുവാണെങ്കിൽ ഇറ്റ് ഈസ് റോങ്. ബിക്കോസ് ഗുഡ് ആൻഡ് ബാഡ് മേക്ക് ദിസ് മ്യൂസിക് കൗണ്ടബിൾ. മ്യൂസിക് എന്നുള്ളത് ശരിക്കും അൺകൗണ്ടബിൾ ആണ്. അതിനെ ഗുഡ് മ്യൂസിക് ആൻഡ് ബാഡ് മ്യൂസിക് എന്ന രണ്ട് കാറ്റഗറി ആക്കി തന്നിരിക്കുന്നു. സോ അവിടെ രണ്ട് കൗണ്ടബിൾ ആയിട്ട് മാറിയിരിക്കുന്നു മ്യൂസിക് എന്നുള്ള അൺകൗണ്ടബിൾ നൗൺ. സോ വേഴ്സ് എന്നുള്ളത് തെറ്റാണ്. ഇൻസ്റ്റെഡ് വാട്ട് വി ക്യാൻ റൈറ്റ് വേർ എന്ന് എഴുതുക. ഈ റൂൾ വെച്ചിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു എക്സാമ്പിളാണിത്. സോ നമ്മൾ ടെക്സ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ സാധാരണ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ്. സോ ഈ റൂൾ വെച്ചിട്ട് നമ്മളിതിനെ കണ്ടേക്കാം. ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറഞ്ഞപ്പോൾ കണ്ടേക്കാം. പക്ഷേ അത് കഴിഞ്ഞ് വന്നിരിക്കുന്ന നൗൺ ശരിക്കും അൺകൗണ്ടബിൾ ആയ മ്യൂസിക് എന്നുള്ള നൗണാണ്. സോ വി ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് ഗുഡ് മ്യൂസിക് ആൻഡ് ബാഡ് മ്യൂസിക്. സോ ബെറ്റർ ടു റൈറ്റ് വേർ ഗ്രീറ്റഡ് വിത്ത് ഷൗട്ട്സ്. വേർ എന്നുള്ളതാണ് ഈ സെൻറ്റൻസിനെ കറക്റ്റാക്കാൻ നമ്മൾ ചേഞ്ച് ചെയ്ത് എഴുതേണ്ടിയിരിക്കുന്നത്. വാസായിരുന്നു തെറ്റ്. ഓക്കെ, അനദർ സിറ്റുവേഷൻ ഇൻ വിച്ച് വി ക്യാൻ യൂസ് കൺജങ്ഷൻ ആൻഡ് ഇറ്റ് ഇസ് when two singular subjects are joined by and it referred to the same person, use singular verb. ചില സിറ്റുവേഷൻസിൽ രണ്ട് സിംഗുലർ സബ്ജക്ട്സിനെ നമ്മൾ ജോയിൻ ചെയ്യുന്നു ആൻഡ് യൂസ് ചെയ്തിട്ട്, പക്ഷേ അത് രണ്ടും റെഫറിങ് ടു എ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ, അത് രണ്ടും ഒരാളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ വി ക്യാൻ യൂസ് സിംഗുലർ വേർബ്. സിംഗുലർ വേർബ് യൂസ് ചെയ്യണം. സീ ദ എക്സാമ്പിൾ, ദ പോയറ്റ് ആൻഡ് ആക്ടർ വാസ് ഡെഡ്. സോ ഹിയർ ദ പോയറ്റ് ആൻഡ് ആക്ടർ, പോയറ്റും ആക്ടറും ആയ അദ്ദേഹം മരിച്ചു. ഇവിടെ അദ്ദേഹം എന്നുള്ള വേർഡ് ഇല്ലെങ്കിലും ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. പക്ഷേ ഇവിടെ ഈ ദ പോയറ്റ് ആൻഡ് ദ ആക്ടർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇറ്റ് ഈസ് ടു പേഴ്സൺസ്, അത് രണ്ട് വ്യക്തികളായേനെ. ദ ഇവിടെ ചേർക്കാത്തത് കൊണ്ട് ഇറ്റ് ഈസ് റെഫറിങ് ടു എ സിംഗിൾ പേഴ്സൺ. ദെൻ സീ ദ അതർ എക്സാമ്പിൾ, മൈ ബ്രദർ ആൻഡ് ലോക്കൽ ഗാർഡിയൻ ഇസ് അറ്റൻഡിങ് ദ മീറ്റിംഗ്. സോ ഈ ലോക്കൽ ഗാർഡിയൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെ തന്നെയാണ്? ഇറ്റ് ഈസ് മൈ ബ്രദർ, എൻ്റെ ബ്രദറിനെ തന്നെയാണ്. സോ വി ക്യാൻ യൂസ് സിംഗുലർ verb here, is attending. ഓക്കെ, സോ ഇവിടെ ദ ലോക്കൽ ഗാർഡിയൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ബ്രദറും പിന്നെ ലോക്കൽ ഗാർഡിയനും ആർ അറ്റൻഡിങ് എന്ന് പറയേണ്ടി വന്നേനെ. പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് റെഫറിങ് ടു സെയിം പേഴ്സൺസ്. രണ്ട് പേരും റെഫർ ചെയ്യുന്നത് ഒറ്റ ഒരാളെ തന്നെയാണ്. മൈ ബ്രദർ എന്ന് പറയുന്നതും ലോക്കൽ ഗാർഡിയൻ എന്ന് പറയുന്നതും ഒരാൾ തന്നെയാണ്. സോ വി ക്യാൻ യൂസ് ഇസ്. പക്ഷേ ഇവിടെ ഒരു ദ ഉണ്ടായിരുന്നെങ്കിൽ here we have to use are. Okay, then see the textual example. ടെക്സ്റ്റിൽ നമുക്ക് തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. എന്താണ് ആ തെറ്റെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, textual example, in the meantime Mr. John, the manager's son and the deputy manager of the company was seen talking to the troublemakers. Here Mr. John, the manager's son, and the deputy manager. So these two are two persons, but here it is used was. Was ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. Instead we have to use were. Were ആണ് ചേർക്കേണ്ടിയിരുന്നത്. Because Mr. John is the manager's son
ആൻഡ് അനദർ പേഴ്സൺ ദ ഡെപ്യൂട്ടി മാനേജർ. ഡെപ്യൂട്ടി മാനേജർ എന്ന് പറയുന്നത് വേറെ വ്യക്തിയാണ്. ഐ ടോൾഡ് യു, ഈ ആദ്യം പറഞ്ഞ ആ ലോയെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ ആ റൂളിനെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ എക്സാമ്പിൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മിസ്റ്റേക്ക്. ഇവിടെ വേറാണ് വരേണ്ടത്, പക്ഷേ ഓസ് ചേർത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ സിംഗുലർ എന്ന് പറഞ്ഞതുകൊണ്ട് ഓസ് ചേർത്ത് എഴുതി. പക്ഷേ ടു ആർ ടു ഡിഫറെൻറ്റ് പേഴ്സൺസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടും ഒരാളെക്കുറിച്ചല്ല, മിസ്റ്റർ ജോണിനെ കുറിച്ചല്ല, പക്ഷേ രണ്ട് വ്യക്തികളെ കുറിച്ചിട്ടാണ്. പക്ഷേ ഇവിടെ ഒരു ദ ഇല്ലായിരുന്നെങ്കിൽ വി ക്യാൻ സേ മാനേജറിൻ്റെ സൺ തന്നെയാണ് ഡെപ്യൂട്ടി മാനേജർ എന്ന് ആയേനെ. അപ്പോൾ ഈ സെൻറ്റൻസ് ശരിയായേനെ. സോ എയ്തർ വി ക്യാൻ റിമൂവ് ദിസ് ദ ഓർ വി ക്യാൻ റൈറ്റ് were seen talking. So right answer is were seen. were എന്ന് എഴുതിയാൽ സെൻറ്റൻസ് കറക്റ്റ് ആവും. were seen talking to the trouble makers. Okay, one more example from textbook we need to discuss. Example 11. Here comes the CI and a few policemen cried someone. ഈ കൺജങ്ഷൻ ആൻഡ് യൂസ് ചെയ്ത് എഴുതിയിട്ടുള്ള ഒരു എക്സാമ്പിളും കൂടെ നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ദ ലാസ്റ്റ് എക്സാമ്പിൾ, ഹിയർ കംസ് CI ആൻഡ് എ ഫ്യൂ പോലീസ്മെൻ. ഇവിടെ CI ആൻഡ് എ ഫ്യൂ പോലീസ്മെൻ, CIയും ഉണ്ട് കൂടാതെ കുറച്ച് പോലീസ്മെനും ഉണ്ട് എന്നാരോ വിളിച്ചു പറയുകയാണ് ചെയ്തത്. പക്ഷേ കംസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ രണ്ട് പേരുണ്ട്, പക്ഷെ അത് ഒരാളെയാണ് എന്ന് കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ കംസ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇറ്റ് ഈസ് റോങ്. ആക്ച്വലി ഹിയർ CIയും കൂടാതെ വേറെ കുറച്ച് പോലീസ്മെനും ഉണ്ട്. സോ ഇറ്റ് ഈസ് പ്ലൂരൽ. വി ഹാവ് ടു യൂസ് പ്ലൂരൽ. ഓക്കെ, സോ റൈറ്റ് ആൻസർ ഇസ് ഹിയർ കം ദ CI ആൻഡ് എ ഫ്യൂ പോലീസ്മെൻ. ഓക്കെ, then one more question we have to discuss. One example from the textbook, textual example 8th one. Okay, ആ 8th one ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. It is I who is to blame for bringing these fools, lamented the manager. Here നമ്മൾ pronoun verb agreementഉം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ടെക്സ്റ്റിലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു, 8th one, and I have written it here. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഈസ് ഐ ഹൂ ഇസ് ടു ബ്ലെയിം ഫോർ ബ്രിങ്ങിങ് ദീസ് ഫൂൾസ്, ലാമെൻറ്റഡ് ദ മാനേജർ. ഇതാണ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇതിൻ്റെ റൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. കോൺകോർഡ് ഇസ് നോട്ട് ഓൺലി ദ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് verb. We have seen that it is also the agreement between pronoun and subject or pronoun and the verb. So here such example is given. It is I who is to blame for bringing these fools. We know along with I, am should be written. Am is the auxiliary normally we are using with the pronoun I. So it can be rewritten as it is I who am to blame or it is me who is to blame. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. Okay, some more rules are there we should be discussed. It is not given in our textbook. So listen here. Look at these words. Most of, lot of, plenty of, none of, a great deal of, a good deal of, the greater part of, the greatest part of, some, all, plenty. Okay, after these words, if a countable noun is used, we can use plural verb along with it. After these words, if an uncountable noun is used, we can only use singular verb. See the example, then it will be clear. Plenty of water is good for health, where plenty of apples are good for health. നോക്കുക, ഈ മേട് തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ ഒക്കെ കൂടെ ഇത് കഴിഞ്ഞിട്ട് മോസ്റ്റ് ഓഫ് കഴിഞ്ഞിട്ട് വരുന്നത് കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വി ക്യാൻ യൂസ് പ്ലൂറൽ verb. അല്ലെങ്കിൽ ലോട്ട് ഓഫ് കഴിഞ്ഞിട്ട് വരുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ വി ഹാവ് ടു യൂസ് സിംഗുലർ verb. ഓക്കെ, ഈ തന്നിരിക്കുന്ന വേർഡ്സ് കഴിഞ്ഞ് വരുന്നത് കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നോക്കുക. നമുക്കറിയാം കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്നതും അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റാത്തതും. ഇവിടെ എക്സാമ്പിളിൽ നോക്കി, പ്ലെൻറ്റി ഓഫ് വാട്ടർ, വാട്ടർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ ഇവിടെ സിംഗുലർ യൂസ് ചെയ്തിരിക്കുന്നു, ഈസ്. ദെൻ സെക്കൻഡ് വൺ, പ്ലെൻറ്റി ഓഫ് ആപ്പിൾസ്, ആപ്പിൾസ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ആർ യൂസ് ചെയ്തിരിക്കുന്നു, പ്ലൂരൽ. ഓക്കെ, ദെൻ
ലൈക്ക്വൈസ് സം വന്നാലും ഓൾ വന്നാലും പ്ലെൻറ്റി വന്നാലും ഒക്കെ ഇങ്ങനെയാണ്. അത് കഴിഞ്ഞ് വരുന്ന നൗൺ കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ എന്ന് നോക്കുക. കൗണ്ടബിൾ ആണെങ്കിൽ നമുക്ക് എണ്ണി അറിയാൻ പറ്റും, അതുകൊണ്ടാണ് അത് പ്ലൂരലായിട്ട് ചേർക്കേണ്ടത്. എന്നാൽ അൺകൗണ്ടബിൾ ആണെങ്കിൽ എത്ര എണ്ണമാണെന്ന് അറിയില്ല. സോ ബെറ്റർ ടു യൂസ് സിംഗുലർ. ഓക്കെ, next rule. If the noun shows height, weight, quality, distance or amount, we have to use singular verb along with it. Okay, see the examples. Rupees 500 is not a small amount. 5 miles is a long distance. See, ഹൈറ്റോ വെയ്റ്റോ ക്വാളിറ്റിയോ ഡിസ്റ്റൻസോ എമൗണ്ടോ കാണിക്കുന്ന ഒരു നൗണാണ് ചേർത്തിരിക്കുന്നതെങ്കിൽ അതിനുശേഷം സിംഗുലർ വേർബ് ചേർക്കണം. ഇവിടെ നോക്കുക, റുപ്പീസ് 500 എന്ന് പറയുന്നത് ഒരു സ്മോൾ എമൗണ്ട് അല്ല. സോ റുപ്പീസ് 500 ഇസ്. ലൈക്ക്വൈസ് 5 മൈൽസ് ഇത് ഡിസ്റ്റൻസിനെ കാണിക്കുന്നു, ഇതൊരു എമൗണ്ടിനെ കാണിക്കുന്നു. സോ അതിനുശേഷം വന്നിരിക്കുന്നത് സിംഗുലർ വേർബ് ആകുന്നു. ഓക്കെ, and hope you understood Concord. Here ends today's class. Thanks for watching.